ട്രംപിൻ്റെ പട്ടികയിൽ റഷ്യ എന്തേ ഉൾപ്പെട്ടില്ല? ഉത്തര കൊറിയ എന്തുകൊണ്ട് 60 പട്ടികയിൽ നിന്നും പുറത്തു പോയിരിക്കുന്നു? എന്താണ് ക്യൂബയോടുള്ള ആയുധം? ക്യൂബയും ആ പട്ടികയിലില്ല. ബെലറൂസ് റഷ്യയുടെ അടുത്ത രാജ്യമാണ്. ബെലാറസ് അല്ലെങ്കിൽ ബെലറൂസ് എന്ന കിഴക്കൻ യൂറോപ്യൻ രാജ്യം. പറഞ്ഞു വരുന്നത് 60 അംഗ രാജ്യ പട്ടിക ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടു. ഈ 60 രാജ്യങ്ങളിലേക്കുള്ള നികുതികളാണ് ട്രംപ് പ്രഖ്യാപിച്ചത്. റെസിപ്രോക്കൽ ടാരിഫ്, പകരത്തിന് പകരം തീരുവ. അപ്പോൾ റഷ്യക്ക് തീരുവ വേണ്ടേ? വേണമെങ്കിൽ ഭംഗ്യാന്തരയുടെ പറയാം, കൗതുകത്തിന് പറയാം. റഷ്യക്ക് നേരത്തെ തന്നെ ഉപരോധമാണല്ലോ, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ കടുത്ത തീരുവകളാണല്ലോ. എന്തിന് കൂടുതൽ തീരുവകൾ? അതൊരു ഭംഗ്യാന്തരേണയുള്ള സംസാരം. പക്ഷേ കുറച്ചുകൂടി ആഴത്തിലൊന്ന് നോക്കൂ. 2 കാര്യങ്ങൾ തെളിഞ്ഞു വരുന്നു. ഒന്ന്, റഷ്യയും അമേരിക്കയും തമ്മിൽ ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന ഒരു ബന്ധമുണ്ട്. അതിൻ്റെ അടിസ്ഥാനം പുടിൻ്റെ ഒരു പ്രത്യേക നയമാണ്. അല്ലെങ്കിൽ ട്രംപ് ഒരു രീതിയിലും വഴങ്ങുന്നില്ല എന്ന് വിചാരിക്കുന്ന പുടിൻ മറ്റൊരു ആളോടും, പക്ഷെ ട്രംപിനെ പോലെ ഒരാളോട് സംസാരിക്കാൻ തയ്യാറാവും. നോർത്ത് കൊറിയൻ പ്രസിഡന്റ് കിം ജോങ് ഉന്നും മുൻ ടേമിൽ ട്രംപുമായി സംസാരിച്ചതാണെന്ന് ഓർക്കണം. അത് ട്രംപിൻ്റെയും കിം ജോങ് ഉന്നിൻ്റെയും നയം. അമേരിക്കൻ ജനതയ്ക്ക് എന്താണ് ഇതുകൊണ്ട് മെച്ചം? ട്രംപ് എന്ന കച്ചവടക്കാരൻ കാണുന്ന ഒരു ലക്ഷ്യമുണ്ട്. ലോകത്തിൻ്റെ ഊർജ ഉൽപ്പാദന മേഖലയെ നിയന്ത്രിക്കുന്ന 3 ഘടകങ്ങളാണ്. ഒന്ന്, സാക്ഷാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. അതൊരു ടെക്നോ ജയൻ്റ് എന്ന് നമ്മൾ പറയുമ്പോഴും ഓയിൽ ജയൻ്റ് എന്ന് പലരും പറയാറില്ല. കാരണം അമേരിക്കയ്ക്ക് അടിയിലുള്ള ഷെയിൽ ഓയിലാകട്ടെ, ഹൈഡ്രോ കാർബൺ റിസർവ്സ് ആകട്ടെ പൂർണ്ണമായും എക്സ്ട്രാക്ട് ചെയ്തിട്ടില്ല. പക്ഷേ ട്രംപിൻ്റെ നയം മാറിയിരിക്കുന്നു. ഡ്രിൽ ബേബി ഡ്രിൽ, പരമാവധി ഹൈഡ്രോ കാർബൺ. ലോകത്തിന് എന്തും സംഭവിക്കട്ടെ, കാർബൺ എമിഷൻ എന്തും സംഭവിക്കട്ടെ, ഗ്ലോബൽ വാർമിംഗ് കൂടട്ടെ, വെള്ളപ്പൊക്കം വരട്ടെ, ഒക്കെ വരട്ടെ, എനിക്കത് പുല്ലാണ്. അതുകൊണ്ട് ഞാൻ ഊർജം ഉൽപ്പാദിപ്പിക്കും, വിറ്റഴിക്കും. അപ്പോൾ അമേരിക്കയുടെ കോമ്പറ്റീറ്റേഴ്സ് ആരാണ്? ഒന്ന്, ഒപെക്കാണ്. ഒപെക് എന്ന് പറഞ്ഞാൽ ഒറ്റ രാജ്യമല്ല, ഒപെക് പല രാജ്യങ്ങളാണ്. ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രി, സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ഇറാഖും സൗദിയും പോലെയുള്ള വലിയ തോതിലുള്ള എണ്ണ ഉൽപ്പാദക രാജ്യങ്ങളാണ്. 3ാമത്തെ ശക്തിയാണ് OPEC+1 എന്ന് പറയുന്നതാണ് റഷ്യ. റഷ്യയ്ക്കും വളരെ വലിയ തോതിൽ എണ്ണയുണ്ട്. പക്ഷേ അത് വിൽക്കാനുള്ള അന്തരീക്ഷം ഉണ്ടാകണം. അന്തരീക്ഷം ഉണ്ടാകണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, അമേരിക്കയുമായി സന്ധി ചെയ്തു പോവുക. ഇപ്പോൾ ഉക്രൈൻ യുദ്ധത്തിൽ അമേരിക്ക വിരുദ്ധ ചേരിയിൽ നിൽക്കുന്നത് കൊണ്ട് അത് സാധിക്കാതെ വരുന്നു. ട്രംപ് വന്നപ്പോൾ ആ ഒരു കാര്യവും മാറിയിരിക്കുന്നു ഭാഗികമായി. പക്ഷെ 100% ഉറപ്പ് വന്നിട്ടില്ല. പുടിൻ ട്രംപിനോട് ആവശ്യപ്പെട്ട ഒരേ ഒരു കാര്യം ഇതാണ്: നിങ്ങൾ ഞങ്ങൾക്കെതിരെ ചുമത്തിയ കർശനമായ തീരുവകളും ഞങ്ങൾക്കെതിരെ പ്രഖ്യാപിച്ച ഉപരോധങ്ങളും നീക്കുക, ഞങ്ങൾ സഹകരിക്കാം. അതോടൊപ്പം തന്നെ ആ സെലൻസ്കിയെ സഹായിക്കുന്നത് നിർത്തുക, അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗമാക്കി, നെയ്റ്റോയുടെ ഭാഗമാക്കി ഉക്രൈനെ മാറ്റാതിരിക്കുക, നിങ്ങൾ യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങളോട് പറയുക എന്ന് അമേരിക്കയോട് റഷ്യ പറയുകയാണ്. ഇതെല്ലാം തന്നെ ചേർത്ത് വായിക്കുമ്പോൾ എന്തുകൊണ്ട് ഈ ദിവസം, കഴിഞ്ഞ ദിവസം, അതായത് ഏപ്രിൽ 2 അമേരിക്ക പ്രഖ്യാപിച്ച റെസിപ്രോക്കൽ ടാരിഫിൽ നിന്നും, ആ പട്ടികയിൽ നിന്നും റഷ്യ പുറത്തു പോയിരിക്കുന്നു. അതുകൊണ്ട് റഷ്യയോടും, ഇത് പരമ്പരാഗത ശത്രുക്കളാണ്. ക്യൂബ, അമേരിക്ക ക്യൂബൻ മിസൈൽ ക്രൈസിസ് ഒക്കെ വലിയ ശീതയുദ്ധകാലത്തെ രോമാഞ്ചജനകമായ എപ്പിസോഡ്സാണ്. ഈ 50കളുടെ അവസാനം 60കളുടെ ആദ്യവും കത്തി നിന്ന വിരോധം, റഷ്യൻ മിസൈലുകൾ ക്യൂബയിൽ കൊണ്ടുവയ്ക്കുകയും അമേരിക്കയ്ക്കെതിരെ ടാർഗറ്റ് ചെയ്യുകയും, അമേരിക്കയുടെ പള്ളയിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ക്യൂബ, അല്ലെങ്കിൽ ആ ഒരു കടലിൽ മെക്സിക്കോ കടലിടുക്കിൻ്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന, അമേരിക്കയോട് വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന അറ്റ്ലാന്റിക്കിൽ ആ പ്രത്യേക സ്ട്രാറ്റജിക് ലൊക്കേഷനിൽ സ്ഥിതി ചെയ്യുന്ന ക്യൂബ, ആ ക്യൂബയോട് അമേരിക്ക ഇപ്പോൾ മൃദു സമീപനം സ്വീകരിച്ചിരിക്കുന്നു. ക്യൂബയിൽ നിന്ന് കയറ്റുമതിയുണ്ട്, അമേരിക്കയിലേക്ക് വലിയ തോതിൽ കയറ്റുമതിയുണ്ട്, റഷ്യയിൽ നിന്നുണ്ട്. പക്ഷേ റഷ്യയിൽ എന്തുകൊണ്ട് റഷ്യയേക്കാൾ കുറവ് കയറ്റുമതി ചെയ്യുന്ന മൗറീഷ്യസ്, കൊച്ചു രാജ്യമാണ്, പക്ഷേ അവിടെ സീ ഫുഡ് ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ട്. അതുപോലെ മറ്റേ ബ്രൂണായി, എണ്ണയുണ്ട് അവിടെ, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. ബ്രൂണായി കയറ്റുമതി. ആ രാജ്യങ്ങളുടെ പട്ടിക ഉൾപ്പെടെ വരുമ്പോൾ എന്തുകൊണ്ട് മഹാരാജ്യങ്ങളായ ബെലറൂസിനെയും റഷ്യയെയും, എന്തിന് വടക്കൻ കൊറിയയെ പോലും ഈ ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കി വെച്ചിരിക്കുന്നു? അതെന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുമ്പോഴാണ് മാറി വരുന്ന ഒരു പ്രിഫറൻസിലേക്കും ടേസ്റ്റിലേക്കും വരുന്നത്. ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു,
ട്രംപിനെതിരെ ലോകം ഒന്നിക്കുകയാണ്. അങ്ങനെയെങ്കിൽ അമേരിക്കയും റഷ്യയും കൂടി കൂടുതൽ ജോയിൻറ്റ് പന്ഥാവുകൾ തേടുകയാണോ? ചൈനയെ ഒഴിവാക്കി നിർത്തി വ്യാപാര യുദ്ധത്തിലേക്ക് നയിക്കുന്നു എന്ന പ്രതീതി ജനിപ്പിച്ചിട്ട് അവസാനം യൂറോപ്യൻ യൂണിയനെയും ഇന്ത്യയെയും മറ്റു രാജ്യങ്ങളെയും എല്ലാം അന്താളത്തിലാക്കിക്കൊണ്ട് ഈ ബിഗ് 3 അവസാനം ഒന്നിച്ചു വന്ന് മറ്റൊരു ലോകക്രമത്തിന് വിത്തുപാകുമോ? ഒരുപാട് ഭ്രാന്തമായ ആശയങ്ങളായി ഇപ്പോൾ തോന്നാം, പക്ഷേ പൂർണ്ണമായി അസാധ്യമല്ല. കാരണം പ്രഖ്യാപിച്ച ചില നിലപാടുകളുടെയും പ്രഖ്യാപിച്ച ചില തീരുവകളുടെയും അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് കാര്യങ്ങളെ വിശകലനം ചെയ്യാനൊക്കൂ. അതുകൊണ്ടാണ് പറയുന്നത്, ഇപ്പോൾ റഷ്യയും അമേരിക്കയും തമ്മിൽ ഉള്ള ബന്ധം വളരെ ദുരൂഹമാണ്. എങ്ങനെയാണ് തിരിയുന്നറിയില്ല. ഒരു നാൾ റഷ്യയെ പുകഴ്ത്തി ട്രംപ് സംസാരിക്കുന്നു, പിറ്റേന്ന് റഷ്യയുമായി വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടുന്നവർക്ക് ഞങ്ങൾ ഇരട്ടി തീരുവ ചുമത്തും എന്ന് പറയുന്നു. അപ്പം ഇങ്ങനെയൊക്കെ മാറിയും മറിച്ചും ട്രംപ് പറയുമ്പോൾ എന്താണ് നാളെ സംഭവിക്കാൻ പോകുന്നതെന്ന് ഉറപ്പില്ല. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, ആ ട്രെൻഡ് നോക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, റഷ്യയും അമേരിക്കയും തമ്മിൽ എന്തൊക്കെയോ ഇടപാടുകൾ നടക്കുന്നു എന്ന ഒരു സൂചന എല്ലാ രാജ്യങ്ങൾക്കുമുണ്ട്. ചൈന കൂടെ അതോടൊപ്പം ചെന്നുപെട്ടാൽ എന്തുകൊണ്ട് ചൈനയും അമേരിക്കയും തമ്മിൽ ഒരു ഉഭയകക്ഷി വ്യാപാര കരാർ പുതിയതായി എഴുതിക്കൂടാ? യഥാർത്ഥത്തിൽ അവരൊക്കെ അങ്ങ് ഒന്നിക്കുകയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും മറ്റ് രാജ്യങ്ങൾക്ക് നിലനിന്ന് പോകാൻ. പിന്നീട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ചൈനയ്ക്കെതിരെ വ്യാപാര യുദ്ധമുണ്ട്. ചൈനയ്ക്കെതിരെ ഇപ്പോൾ കടച്ചടമായ നികുതികൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ചൈനയ്ക്കെതിരെ ഓൾറെഡി പ്രഖ്യാപിച്ച 25% നികുതിയും പുതിയതായി പ്രഖ്യാപിച്ച 27% നികുതിയും എല്ലാം കൂടി ചേർത്തുകൊണ്ട് 52% നികുതിയാണ് ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് ശരാശരി. പക്ഷേ അതിൽ നെഗോഷിയേറ്റ് ചെയ്ത് മാറ്റം വരുത്തിയാൽ ഈ കാര്യങ്ങൾ മുഴുവൻ തകിടം മറിയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തീർച്ചയായും എന്തുകൊണ്ട് ആ ലിസ്റ്റിൽ നിന്നും റഷ്യ ട്രംപിൻ്റെ ഈ റെസിപ്രോക്കൽ ടാരിഫ് ലിസ്റ്റിൽ നിന്നും റഷ്യ പുറത്തുപോയി എന്നതിനെക്കുറിച്ചുള്ള ഒരു പ്രത്യേക ആംഗിൾ മാത്രമായിരുന്നു ഈ വീഡിയോ. അതിൽ നിന്നും ഒരു സൂചന കിട്ടും, ഉരുത്തിരിഞ്ഞു വരുന്ന ലോകക്രമത്തെക്കുറിച്ച് ഒരു സൂചന കിട്ടുമെങ്കിൽ നന്ന്.